എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബറോസ്, ഇ.ഡി. മാർക്കോ ഈ സിനിമകൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. HD പ്രിന്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTTയിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ആഴ്ച 20 സിനിമകളാണ് റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇന്നത്തെ റിലീസ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കൂ. അപ്പോൾ ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പ്രഭയ നിനച്ചതലം എന്ന സിനിമയെ കുറിച്ചാണ്. കന്നി കുസൃതി ദിവ്യ പ്രഭയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് പ്രഭയായി നിനച്ചതെല്ലാം. ഒരുപാട് വിവാദം സിനിമ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇന്ന് രാത്രിയാണ് OTT റിലീസ്. ഇന്ന് രാത്രി 12 മണിക്ക് ഹോട്ട്സ്റ്റാറിൽ പ്രഭയായി നിനച്ചതലം എന്ന സിനിമ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗുണ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സീരീസ് ആണ്. ഇതിന്റെ സെക്കൻഡ് സീസൺ ഇന്ന് രാത്രി ഹോട്ട്സ്റ്റാറിൽ റിലീസുണ്ട്. ഇതൊരു ത്രില്ലർ സീരീസ് ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, അനിക, ബേസിൽ ജോസഫ്, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. ഒരു റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയാണ് കപ്പ് എന്ന സിനിമ. ഇപ്പോഴത്തെ സൈനാപ്പിളെ കപ്പ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ജനുവരിയിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിൽ മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് അരകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഫാന്റസി ത്രില്ലർ മൂവിയാണ് അരകൻ. മൈക്കിൾ കാവ്യപ്രിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആഹാ വീഡിയോസ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് അരകൻ എന്ന സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ, അനീഷ്മ, ദിലീഷ് പോത്തൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഇവരാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT ഇന്ന് രാത്രിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് കാതലൻ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും കാതലൻ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ല അഭിപ്രായമാണ് വേല എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സണ്ണി വെയിൻ, ഷെയ്ൻ നിഗം, അതിഥി ബാലനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ വേല എന്ന സിനിമ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വിറ്റുപോയിട്ടില്ല. നല്ല ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപ് തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ മൂവിയാണ് ബാന്ദ്ര. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ സിനിമ OTTയിൽ വന്നിട്ടില്ല. സർപ്രൈസ് ആയിട്ട് ബാന്ദ്ര വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ സിനിമ റിലീസിനെത്തിയേക്കും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 6-നായിരിക്കും ബാന്ദ്രയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലഡി ബഗർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. കോമഡി ഡ്രാമ മൂവിയാണ് ബ്ലഡി ബഗർ. ഈ സിനിമയുടെ തമിഴ് വെർഷൻ നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ ബ്ലഡി ബഗറിന്റെ മലയാളം വെർഷൻ വന്നിരിക്കുകയാണ്. ഇന്ന് സൺനെസ്റ്റിലാണ് സിനിമ റിലീസായിരിക്കുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ റിലീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. ഡിസംബർ 20-ന് സൺനെസ്റ്റിലായിരുന്നു ഒഫീഷ്യൽ OTT റിലീസ്. പിന്നീട് അവരത് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴത്തെ അവർ ഒഫീഷ്യൽ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അസ്കർ, ജാഫർ ഇടുക്കി, ഹരിശ്രീ അശോകൻ, സോന ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് കടകൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാസ് ആക്ഷൻ മൂവിയാണ് കടകൻ. ഇപ്പോഴത്തെ ഒഫീഷ്യൽ തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി 3-ന് സൺനെസ്റ്റിലാണ് സിനിമയുടെ റിലീസ്. അതായത് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് സിനിമ വരും. ഒഫീഷ്യൽ റിലീസ് ആയതുകൊണ്ട് മാറ്റില്ല. അടുത്തൊരു അപ്ഡേറ്റ് വിടുതലൈ പാർട്ടി വന്ന സിനിമയെ കുറിച്ചാണ്. മഞ്ജു വാര്യർ, വിജയ് സേതുപതി, ഭവാനി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വിടുതലൈ സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT C5 വാങ്ങിച്ചിരിക്കുകയാണ്. പക്ഷേ സിനിമ എൻഡ്യൂസിയൻ പ്ലാറ്റ്ഫോമിൽ ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. HD പ്രിന്റാണ് ഇന്ന് പുറത്തു വന്നത്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ് റെഡി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ആക്ഷൻ റൊമാൻറ്റിക് മൂവിയാണ് ലവ് റെഡി. അഞ്ചാൻ ഷർവാനിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം
കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആഹാ വീഡിയോസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് ലവ് റെഡി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ പ്രിന്റ് നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. HD പ്രിന്റാണ് ലീക്കായത്. പക്ഷേ ഒഫീഷ്യൽ OTT വന്നിട്ടില്ല. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 30 മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും പുഷ്പ 2 ഒഫീഷ്യൽ റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ജോജു ജോർജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പണി ശരിക്കും തിയേറ്ററുകളിലേറ്റു. പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTT സോണി ലീവ് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. പക്ഷേ പല റൂമറുകളും കേൾക്കുന്നത് ജനുവരി 3 പണി റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയായിരിക്കും പണി റിലീസ്. ഒഫീഷ്യൽ അല്ലാത്തതുകൊണ്ട് 50% മാത്രമേ ഇന്ന് ചാൻസ് ഉള്ളൂ. സർപ്രൈസ് ആയിട്ടാണെങ്കിൽ ഇന്ന് വരും, അല്ലെങ്കിൽ പിന്നീട് സോണി ലീവ് ഒരു തീയതി പറഞ്ഞ് ആ തീയതിക്കായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ജനുവരി ആദ്യ വീക്ക് പണി റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ക്രിസ്മസ് ദിനത്തിലാണ് ബറോസ് റിലീസായത്. മോഹൻലാല് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. എന്നാൽ ഇപ്പോൾ ബറോസിന് പണി കിട്ടിയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറാണ് ബറോസിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും ബറോസ് വരാൻ പോകുന്നത്. പക്ഷേ ബറോസിന്റെ 4K പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. OTTയുടെ അതേ ക്ലാരിറ്റിയിലുള്ള HD പ്രിന്റാണ് ലീക്കായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി OTTക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യില്ല. മലയാളത്തിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ HD പ്രിന്റ് ലീക്കാവുന്നുണ്ട്. ബറോസ് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ് ഹണ്ട്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. അതുകൊണ്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. തിയേറ്ററിൽ നിന്ന് ഗംഭീര റെസ്പോൺസ് ആണ് ഹണ്ട് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഭാവന, അതിഥി രവി, രഞ്ജി പണിക്കർ, അജ്മൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് ജനുവരി ആദ്യ വീക്ക് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ടായിരിക്കും ഹണ്ട് എന്ന സിനിമ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമ ക്രിസ്മസിലാണ് റിലീസായത്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫാമിലി മൂവിയാണ് ED. സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് ED സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. സുരാജ്, ഗ്രേസ് ആന്റണി, റാഫി, ശ്യാം, സുധീർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ED സിനിമയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ഈ സിനിമയുടെ 4K പ്രിന്റാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ED സിനിമയുടെ പ്രിന്റ് ഇന്ന് എല്ലായിടത്തും വന്നിട്ടുണ്ട്. നേരത്തെ സൂക്ഷ്മദർശിനി പുഷ്പ ഈ സിനിമയുടെ പ്രിന്റാണ് ലീക്കായത്. ഇപ്പോഴിതാ ED ബറോസ് ഈ സിനിമയും ലീക്കായിരിക്കുകയാണ്. 4K പ്രിന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ കേരളത്തിൽ ഹിറ്റായി. സിനിമ ഒറ്റയടിക്ക് ഹിന്ദിയിലേക്ക് എത്തി. അവിടെയും സിനിമ ഹിറ്റായി. കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു തമിഴ്, തെലുങ്കിൽ റിലീസായത്. അവിടെയും നല്ല റെസ്പോൺസാണ് മാർക്കോ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വൈഡിൽ 78 കോടി 10 ലക്ഷം രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം 40 കോടി 50 ലക്ഷം, ഹിന്ദിയിൽ നിന്ന് 4 കോടി 20 ലക്ഷം. ഈ ആഴ്ച തന്നെ മാർക്കോ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിക്കും. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി ലാസ്റ്റ് വീക്കോ ഫെബ്രുവരി ആദ്യ വാരമായിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരുന്നത്. പക്ഷേ മാർക്കോ എന്ന സിനിമയ്ക്ക് 8ന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മാർക്കോ സിനിമയുടെ 4K പ്രിന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലീക്കായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കോ സിനിമയുടെ കളക്ഷനിൽ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു മാർക്കോ സിനിമയുടെ HD പ്രിന്റ് ലീക്കാക്കിയത്. മാർക്കോ മാത്രമല്ല ബറോസ്, ED ഈ 3 മലയാള സിനിമയും ലീക്കായിട്ട് ഇപ്പോൾ HD പ്രിന്റ് വന്നിട്ടുണ്ട്. എല്ലായിടത്തും സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.